നാടിന്റെ നോവായി അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരി കല്യാണി. മൃതദേഹം തിരുവാണിയൂരിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. കല്യാണിയുടേത് മുങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ചെങ്ങമനാട് പോലീസ് രേഖപ്പെടുത്തി. ഉറ്റവരുടെ കണ്ണീർ പുഴയിൽ കല്യാണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിമഗ്നമായി. തിരുവാങ്കുളം മറ്റക്കുഴിയിലെ അച്ഛൻ സുഭാഷിന്റെ വീട്ടിൽ 4 വയസ്സുകാരി കല്യാണി ബാല്യ കുതൂഹലങ്ങളില്ലാതെ നിശ്ചേതനയായി കിടന്നു. ഇന്നലെ കൂടി അംഗൻവാടിയിൽ പോയി വന്ന കല്യാണിക്ക് ഇന്ന് ഉറ്റവർ കണ്ണീർ വിട നൽകി. തിരുവാണിയൂരിലെ ശ്മശാനത്തിൽ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സന്ധ്യ കുറ്റം സമ്മതിച്ചതായി റൂറൽ SP M ഹേമലത അറിയിച്ചു. എന്നാൽ അരും കൊലയുടെ കാരണത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വരാനുണ്ടെന്ന് പോലീസ് പറയുന്നു. മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 101(3) ആണ് എടുത്തിട്ടുള്ളത്. സോ ഇവർ ഡയറക്റ്റ് മർഡർ കേസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അംഗൻവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ കല്യാണിയുടെ മൃതദേഹം പുലർച്ചെ 3 മണിയോടെ മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ തൂണിന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത്. എന്നാൽ പോലീസിന്റെ പിടിയിലായ ഘട്ടം മുതൽ യാതൊരു കൂസലുമില്ലാതെയായിരുന്നു സന്ധ്യയുടെ പെരുമാറ്റം. രാത്രി നന്നായി ഭക്ഷണം കഴിച്ച ശേഷം ലോക്കപ്പിൽ കിടന്നുറങ്ങി. മകൾക്കിടയ്ക്കിടെ ദേഷ്യം വരുമെന്നും മറ്റു മാനസിക പ്രശ്നങ്ങളില്ലെന്നുമാണ് സന്ധ്യയുടെ അമ്മ അല്ലി പറയുന്നത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യ യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് വീട്ടിലേക്ക് എത്തിയത്. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. ഭർത്തൃ വീട്ടിലെ പീഡനം കാരണമാണ് മകൾ കുഞ്ഞിനെ കൊന്നതെന്ന് സന്ധ്യയുടെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവൻ ജോലിക്കാണെങ്കിൽ മടിക്കുള്ള ആളാണ്. അപ്പോൾ ഈ അമ്മ പറയണത് കേൾക്കുള്ളൂ. ഇനിയന്മാരും അവർ ഭാഗത്താണ്, അവൻ്റെ വീട്ടിലെ അവരുള്ളവരോടും അയൽപ്പക്കാരോടും ഒക്കെ. അപ്പോൾ ഇത് ഒരു ഇഷ്ടക്കുറവ് കൂടെ ഉണ്ടാകുന്നല്ല പറയണേ. അവരും ചീത്ത പറയും അമ്മയെ, അവിടുത്തെ അമ്മ. അങ്ങനെ അപ്പോൾ അവർ ഒരുപാട് പറയുന്ന പറയണേ, കിടക്കുമ്പോൾ അവിടെ ചെന്ന് വടി ഇട്ടുകൊണ്ട് ജനൽക്കിട്ട് അടിക്കുന്നു. പകലൊന്നും കിടക്കാൻ പാടില്ല. ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടികളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ സന്ധ്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം ബീന ജോസ് പറഞ്ഞു. 2 മാസം മുമ്പ് സന്ധ്യയ്ക്കും ഭർത്താവിനും കൗൺസിലിംഗ് നൽകിയിരുന്നു. സുഭാഷിനെയും ഇവളെയും ഒക്കെ കൂടെ കൗൺസിലിങ്ങിനും കൊണ്ടുപോയി. അടുത്ത അവർക്ക് മാനസികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഈ കൊച്ചിൻ്റെ അനിയന്മാർ, ഈ അച്ഛൻ്റെ അനിയന്മാർ, അമ്മയൊക്കെ കൂടുതൽ സ്നേഹിക്കണ ഇവർക്ക് ഇഷ്ടമല്ല. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് അയൽവാസികൾ പ്രതികരിച്ചു. സന്ധ്യയുടെ മനോനിലയെക്കുറിച്ച് പ്രത്യേക പരിശോധന നടത്തും. മുമ്പ് കുഞ്ഞിനെ കൊല്ലാൻ 2 വട്ടം സന്ധ്യ ശ്രമിച്ചെന്ന മൊഴികളും പരിശോധിക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ബന്ധുക്കളുടെ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനം. അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോഴും കല്യാണി അറിഞ്ഞിരുന്നില്ല താൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന്. ആ കുഞ്ഞുമാലാക ഇനിയൊരു ഓർമ്മയാണ്, കണ്ണു നനയിക്കുന്ന ഓർമ്മ. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.